ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജേർണലിസ്റ്റിക് പ്രാക്ടീസസ് എന്ന പേപ്പറിലെ മൊഡ്യൂൾ 5 അഡ്വർടൈസിംഗ് ആണ്. ഇത് SDEക്കാർക്ക്, അതായത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻകാരുടെ സ്റ്റഡി മെറ്റീരിയൽ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്ലാസ്സാണ് എന്ന് കരുതി റെഗുലർ സ്റ്റുഡൻസിനും ഇത് ഉപയോഗിക്കാവുന്നതാണ്. അവർക്കും ഇതേ കണ്ടൻറ്റുകളൊക്കെ തന്നെയാണ് വരുന്നത്. അപ്പോൾ റെഗുലർ സ്റ്റുഡൻസിനും ഇത് ഉപയോഗിക്കാം. ഏത് സിലബസിലും അഡ്വർടൈസിങ് വരുന്ന കുട്ടികൾക്ക് പഠിക്കാവുന്ന ഒരു ഭാഗം തന്നെയാണ് ഇത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്റ്റഡി മെറ്റീരിയൽ ഉണ്ടെങ്കിൽ അത് എടുത്തു വച്ചിട്ട് മാർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ നോട്ട്ബുക്കിലേക്ക് പറയുന്ന മാർക്ക് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാർക്ക് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ എഴുതിയെടുത്തുകൊണ്ട് ഈ ക്ലാസ് ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങാം. ഇത് മൊഡ്യൂളിൻ്റെ പേര് അഡ്വർടൈസിംഗ് എന്നാണ്. അപ്പോൾ നമുക്ക് ഇൻട്രൊഡക്ഷൻ നോക്കാം. The purpose of most advertising is to sell products or services. ഏതൊരു അഡ്വർടൈസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്യമാണ്. പരസ്യം ചെയ്യുന്നതിനെയാണ് നമ്മൾ അഡ്വർടൈസിംഗ് എന്ന് വിളിക്കുന്നത്. അതായത് പരസ്യം ചെയ്യുക അല്ലെങ്കിൽ അഡ്വർടൈസിംഗ് എന്നതിൻ്റെ ഏറ്റവും വലിയൊരു ഉദ്ദേശ്യം അത് ഒരു പ്രോഡക്റ്റിനെയോ അല്ലെങ്കിൽ സർവീസിനെയോ വിൽക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഏതൊരു പ്രോഡക്റ്റിനെയും അല്ലെങ്കിൽ ഒരു സർവീസിനെയും, പ്രോഡക്റ്റ് അല്ലെങ്കിൽ സേവനങ്ങൾ, അതായത് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന പലതരം നിർമ്മിതികളുണ്ടല്ലോ, അതായത് സോപ്പ്, മറ്റ് ഏത് തരം പ്രോഡക്റ്റ് ആയാലും, സോപ്പ്, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, വസ്ത്രങ്ങൾ, എന്ത് തന്നെ ആയാലും അതിനെയൊക്കെ വിൽക്കുക. അതല്ലെങ്കിൽ സർവീസുകളെന്ന് പറയുമ്പോൾ സേവനങ്ങളുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അതായത് ചില സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസം, അതായത് ട്യൂഷൻ, മറ്റ് ക്ലാസ്സുകൾ, ഓൺലൈൻ ക്ലാസ്സുകൾ, അതെല്ലാം കോച്ചിങ് സെൻറ്ററുകൾ, കൂടാതെ പലതരം സേവനങ്ങളുണ്ടല്ലോ, ആശുപത്രികൾ, ഇതൊക്കെ സേവനങ്ങളാണ്, സർവീസസാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സർവീസുകളെയും ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിനെയും ഏതെങ്കിലും ഒരു നിർമ്മാണത്തിനെയും നമ്മൾ വിൽക്കുന്നതിന് ഉപയോഗിക്കുക എന്ന് തന്നെയാണ്, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഉള്ളത് തന്നെയാണ് എന്ത്, അഡ്വർടൈസിങ് എന്നാണ് ആദ്യത്തെ ലൈനിൽ തന്നെ പറയുന്നത്. ബിസിനസ് ഫേംസ് advertise to persuade people to buy their products, often by creating favorable images of their companies. തൻ്റെ കമ്പനികളെ അല്ലെങ്കിൽ ആ കമ്പനികൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു രീതിയിൽ അവർക്കൊരു ഇമേജ് കൊടുത്തുകൊണ്ട് ഏതൊരു ബിസിനസ് സ്ഥാപനവും എന്ത് ചെയ്യുന്നു, അവരുടെ പരസ്യങ്ങളെ പെർസ്വേഡ് ചെയ്യുന്നു, കൂടുതൽ ശക്തിപ്പെടുത്തുന്നു, അല്ലെങ്കിൽ ആൾക്കാരിലേക്ക് പ്രചോദനം നൽകുന്ന തരത്തിലോ അല്ലെങ്കിൽ ആൾക്കാർ അതിനോട് പ്രേരിപ്പിക്കുന്ന തരത്തിലേക്കോ ആക്കി മാറ്റുന്നു. അതാണ് പരസ്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ എന്ത് തന്നെയായാലും പരസ്യങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്, അവരുടെ ഒരു പ്രോഡക്റ്റിനെയോ അല്ലെങ്കിൽ അവർ നടത്തുന്ന ഏതൊരാളും നടത്തുന്ന ഇറക്കുന്ന പ്രോഡക്റ്റിനെയോ, അതല്ല ഏതൊരാളും ചെയ്യുന്ന ഒരു സർവീസിനെയോ ആൾക്കാരിലേക്ക് കൂടുതൽ എത്തുക അല്ലെങ്കിൽ ആൾക്കാരിലേക്ക് അതിനെ വിൽക്കുക എന്നുള്ളത് തന്നെയാണ് പരസ്യങ്ങളുടെ പ്രധാന ലക്ഷ്യം എന്നാണ് ഫസ്റ്റ് ഭാഗത്ത് പറയുന്നത്. They want the company's name to be known and respected so that the products and services can be more effectively sold. ആ പരസ്യം നൽകുന്ന ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന അഡ്വർടൈസേഴ്സ് എന്നാണ്. അപ്പോൾ ഈ അഡ്വർടൈസേഴ്സിന് വേണ്ടത് അവരുടെ പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ അവരുടെ കമ്പനിയുടെ പേര് ആളുകളിലേക്ക് പതിപ്പിക്കുക. അത്തരത്തിൽ അങ്ങനെ പേരുകൾ ആൾക്കാരുടെ മനസ്സിലേക്ക് പതിയും തോറും ആ പ്രോഡക്റ്റിന് എന്തുണ്ടായിരിക്കും, കൂടുതൽ ഡിമാൻഡ് ഉണ്ടായിരിക്കും. ആ പ്രോഡക്റ്റ് താനേ തന്നെ എന്തായിക്കൊണ്ടിരിക്കും, വിറ്റ് പോവുകയും ചെയ്യുന്നു. അതായത് നമ്മൾ കേട്ട് പരിചയമുള്ള പല വാക്കുകളും പല പ്രോഡക്റ്റുകളും നമ്മളറിയാതെ വാങ്ങിപ്പോകാറുണ്ട് അല്ലേ. അത്തരത്തിൽ പരിചയപ്പെടുത്തുക, ആൾക്കാരിലേക്ക് ഒരു കമ്പനിയുടെ പേര് അത്രത്തോളം ആഴ്ന്ന് ആൾക്കാരുടെ മനസ്സിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് പരസ്യങ്ങൾ ചെയ്യുന്നതിലൂടെ അവർ ഉദ്ദേശിക്കുന്നത്. Business concerns also use advertising to win new customers and to increase the volume of sales. ഓരോ വിൽപ്പനയുടെയും മൂല്യം കൂട്ടുകയും അതുപോലെ തന്നെ പുതിയ കസ്റ്റമേഴ്സിനെയൊക്കെ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ തന്നെയാണ് ഈ പരസ്യങ്ങളിലൂടെ ഓരോരുത്തരും ആർജിച്ചെടുക്കുന്നത്. അഡ്വർടൈസിംഗ് ഈസ് ദ ചീപ്പസ്റ്റ് ആൻഡ് ഫാസ്റ്റസ്റ്റ് വേ to inform a large number of people about products or services for sale and to persuade them to buy. അപ്പോൾ ആൾക്കാരെ ഒരു പ്രോഡക്റ്റിനെയോ അല്ലെങ്കിൽ സർവീസിനെയോ വാങ്ങിപ്പിക്കുക അല്ലെങ്കിൽ അതിൻ്റെ ഒരു കസ്റ്റമറാക്കി മാറ്റുക എന്നുള്ളതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചീപ്പസ്റ്റ്, ഒരു വളരെ ഫാസ്റ്റായിട്ടുള്ള ഒരു വഴിയാണ് ഇത് എന്നാണ് പറയുന്നത്. അപ്പോൾ
For many consumer goods, the volume of sales directly depends on the amount of advertising placed in the media. പലപ്പോഴും നമുക്കറിയാം ഓരോ സ്ഥാപനത്തിൻ്റെയും പ്രോഡക്റ്റുകൾ വിറ്റ് പോകുന്നത് എത്രത്തോളം അവർ പരസ്യ മേഖലയിൽ ആക്റ്റീവാണ്, അല്ലെങ്കിൽ അത്രത്തോളം അവർ പരസ്യങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ്, അല്ലെങ്കിൽ ആ രീതിയിലാണ് ഏതൊരാളും പലപ്പോഴും പ്രോഡക്റ്റുകൾ വാങ്ങുന്നതും ഉപയോഗിക്കുന്നതും. നമ്മൾ എവിടെയെങ്കിലും ഒരു ഷോപ്പിൽ പോയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കേട്ട് പരിചയമുള്ള അല്ലെങ്കിൽ പരസ്യങ്ങൾ വഴിയൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുള്ള ഒരു പേരിലേക്ക് നമ്മൾ അറിയാതെ ശ്രദ്ധ കൊടുത്തു പോകുന്നു, അതിലേക്ക് നമ്മൾ വിശ്വാസ്യത കൊടുത്തു പോകുന്നു, അത് വാങ്ങാൻ വേണ്ടി നമ്മൾ അറിയാതെ തന്നെ പ്രേരിതരാകുന്നു. ഓക്കെ, പിന്നെ അഡ്വർടൈസിങ് റീച്ചസ് പീപ്പിൾ ത്രൂ വേരിയസ് ഫോംസ് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ. ഈ പരസ്യങ്ങൾ ആളുകളിലേക്ക് എത്തുന്നത് പലതരം മാസ് കമ്മ്യൂണിക്കേഷനുകൾ വഴിയാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെലിവിഷൻ, റേഡിയോ, മാഗസിൻ, ഇൻ്റർനെറ്റ്, ന്യൂസ് പേപ്പേഴ്സ്, ഇതൊക്കെ വഴിയാണ് ആൾക്കാരിലേക്ക് പരസ്യങ്ങൾ എത്തുന്നത്. അപ്പോൾ പരസ്യങ്ങൾ എത്തുന്ന മാധ്യമങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം. അപ്പോൾ അഡ്വർടൈസേഴ്സ് ബൈ സ്പേസ് ഇൻ ന്യൂസ് പേപ്പേഴ്സ്. പരസ്യങ്ങൾ കൊടുക്കുന്നതിനായിട്ട്, അല്ലെങ്കിൽ ഒരു അഡ്വർടൈസർ അയാളുടെ പരസ്യം ഒരു മാധ്യമത്തിൽ കൊടുക്കുന്നതിനായിട്ട്, പ്രത്യേകിച്ചും പ്രിൻറ്റിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ പരസ്യം കൊടുക്കുന്ന അഡ്വർടൈസർ സ്പേസ് വാങ്ങുന്നു. സ്ഥലം എത്ര സ്പേസ് നമുക്ക് ആവശ്യമുണ്ടോ അത്രയും സ്ഥലത്തിന് വേണ്ട പൈസ കൊടുത്തുകൊണ്ട് ആ സ്ഥലം നമ്മൾ കൈക്കലാക്കുന്നു, അവിടെ നമ്മൾ പരസ്യം കൊടുക്കുന്നു. അപ്പോൾ അതിന് ഒരു എമൗണ്ട് ഉണ്ടായിരിക്കും, അത് വാങ്ങിയിട്ടാണ് അവർ അതിലേക്ക് പരസ്യം കൊടുക്കുന്നത്. നേരെ മറ്റ് കേസുകളിൽ, അതായത് ടെലിവിഷനിലും റേഡിയോയിലും ആണെങ്കിൽ നമ്മൾ സ്പേസ് അല്ല വാങ്ങുന്നത്, ടൈമാണ്. കാരണം അവിടെ ടെലിവിഷനിലായാലും റേഡിയോയിലായാലും സമയം എത്ര നേരം ഉണ്ട്, ഒരു പരസ്യം കൊടുക്കുന്നതിന് എത്ര ടൈം, എത്ര സെക്കൻഡ് ഉള്ളത്, അല്ലെങ്കിൽ എത്ര മിനിറ്റുള്ളൊരു പരസ്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ്, അതിന് വേണ്ട രീതിയിലാണ് അവരെന്ത് ചെയ്യുന്നത്, പരസ്യം കൊടുക്കുന്നത്. അവിടെ സമയത്തിനാണ് നമ്മൾ പൈസ കൊടുക്കേണ്ടത്. അതായത് അഡ്വർടൈസേഴ്സ് കൊടുക്കുന്ന പൈസ സമയത്തിനാണ്. ഓക്കെ, ഇതിൽ ടെലിവിഷനിലും റേഡിയോയിലും. പക്ഷേ മറ്റ് പ്രിൻറ്റിലാണെങ്കിൽ സ്പേസിനാണ്. ഓക്കെ, അഡ്വർടൈസിങ് ക്യാൻ ബി കോൾഡ് എ ഗെയിം ദാറ്റ് ഈസ് പ്ലേഡ് എമംഗ് 5 key players. പലപ്പോഴും പറയാറുണ്ട്, പരസ്യം എന്നുള്ളത് ഒരു ഗെയിമാണ്, അല്ലെങ്കിൽ ഒരു കളിയാണ്. അതിൽ 5 പ്രധാനപ്പെട്ട കളിക്കാരടങ്ങുന്ന ഒരു കളി തന്നെയാണ് അഡ്വർടൈസിങ് അല്ലെങ്കിൽ പരസ്യം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ അഡ്വർടൈസർ, ആ 5 ആൾക്കാർ ആരൊക്കെയാണ്, ആ കീ പ്ലെയേഴ്സ് ആരൊക്കെയാണ്? ദ അഡ്വർടൈസേഴ്സ്, ഒന്ന് പരസ്യം കൊടുക്കുന്ന ആൾ, പരസ്യദാതാവ് തന്നെ. അപ്പോൾ പരസ്യം നൽകുന്ന ആൾ അഡ്വർടൈസേഴ്സ്. പിന്നെ ദ അഡ്വർടൈസിങ് ഏജൻസീസ്, പരസ്യങ്ങൾ ചെയ്തു കൊടുക്കുകയും പരസ്യങ്ങൾ എത്തിച്ചു കൊടുക്കുകയും പരസ്യങ്ങൾ പബ്ലിഷ് ചെയ്തു വരെ കൊടുക്കുന്ന ഏജൻസികളുണ്ട്. അത്തരം ഏജൻസികളെയാണ് നമ്മൾ അഡ്വർടൈസിങ് ഏജൻസീസ്. അപ്പോൾ രണ്ടാമത്തെ ടീമാണ് ഏജൻസീസ്. മൂന്നാമത്തത് സപ്പോർട്ട് ഓർഗനൈസേഷൻ, ഇതിനു വേണ്ട സപ്പോർട്ടുകളൊക്കെ കൊടുക്കുന്ന മറ്റ് സ്ഥാപനങ്ങളൊക്കെ തന്നെ. അപ്പം അത് പിന്നെ വരുന്നത് ദ മീഡിയ, മാധ്യമങ്ങൾ, ഏത് മാധ്യമങ്ങൾ വഴിയാണ് നമ്മൾ കൊടുക്കുന്നത് എന്നുള്ളതാണ് നാലാമത്തേത്. പിന്നെ വരുന്നത് എന്താണ്, കസ്റ്റമേഴ്സ്, അതിൻ്റെ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ്, ആരൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ആ ആളുകൾ, ഉപയോഗിക്കുന്ന ആളുകൾ. അപ്പോൾ പരസ്യം കൊടുക്കുന്ന ആൾ മുതൽ അത് ഉപയോഗിക്കുന്ന ആൾ വരെ 5 ഭാഗങ്ങളായിട്ട് വരുന്ന ഒരു ടീം ഓഫ് ആൾക്കാരെ നമ്മൾ ഇതിൻ്റെ ഒരു ഗെയിമിൽ വരുന്ന, ഇവരെല്ലാവരും കൂടെ ചേർന്നുള്ളൊരു കളി അല്ലെങ്കിൽ ഒരു ഗെയിം തന്നെയാണ് പരസ്യം എന്നാണ് ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്. നമുക്ക് ആദ്യത്തെ സബ് ടൈറ്റിലേക്ക് പോകാം. ഡെഫിനിഷൻ ഓഫ് അഡ്വർടൈസിങ്. ഡെഫിനിഷൻ ഓഫ് അഡ്വർടൈസിങ്ങിൽ വരുന്നത് എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് പലതരം ഡെഫിനിഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ പ്രധാനപ്പെട്ടതൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഏതൊക്കെയാണെന്ന് പറയാം. ദ വേൾഡ് ബുക്ക് എൻസൈക്ലോപീഡിയ ഡിഫൈൻസ് അഡ്വർടൈസ്മെൻറ്റ്, അതായത് വേൾഡ് ബുക്ക് ഓഫ് എൻസൈക്ലോപീഡിയ എങ്ങനെയാണ് പരസ്യത്തിനെ ഡിഫൈൻ ചെയ്യുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. എ മെസ്സേജ് ഡിസൈൻ ടു പ്രൊമോട്ട് എ പ്രോഡക്റ്റ്, എ സർവീസ് ഓർ എൻ ഐഡിയ. അപ്പോൾ വേൾഡ് ബുക്ക് എൻസൈക്ലോപീഡിയ പറയുന്നത് എ മെസ്സേജ് ഡിസൈൻ ടു പ്രൊമോട്ട് എ പ്രോഡക്റ്റ്, എ സർവീസ് ഓർ എൻ ഐഡിയ, ഒരു ആശയത്തെയോ സർവീസിനെയോ ഒരു സേവനത്തെയോ ഒരു പ്രോഡക്റ്റിനെയോ പ്രൊമോട്ട് ചെയ്യുന്നതിനായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള മെസ്സേജിനെയാണ് നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത് എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തതായി മറ്റൊരു ഡെഫിനിഷനാണ് അഡ്വർടൈസിങ് സ്റ്റാൻഡേർഡ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യ, അതായത് ASCI. ഇവരുടെ ഡെഫിനിഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇന്ത്യയിലെ പരസ്യങ്ങളുടെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്ന ഒരു വിഭാഗമാണ് ASCI. അവരെങ്ങനെയാണ് പരസ്യത്തെ നിർവചിച്ചിട്ടുള്ളതെന്ന് നോക്കാം.
an advertisement as a paid form of communication addressed to the public or a section of it, the purpose of which is to influence the opinions or behavior of those to whom it is addressed. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് ASCIയുടെ ഡെഫിനിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെയ്ഡ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷനാണ്. പണമടക്കപ്പെട്ടിട്ടുള്ള ഒരു തരത്തിലുള്ള ഒരു ആശയവിനിമയമാണ് പരസ്യമെന്നാൽ അത് ഒരു പബ്ലിക്കിനെയോ അല്ലെങ്കിൽ ഒരു പബ്ലിക്കിൻ്റെ അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ ഒരു വിഭാഗത്തെയോ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ്, അല്ലെങ്കിൽ അവരെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിച്ച് ഈസ് ടു ഇൻഫ്ലുവൻസ് ദ ഒപ്പീനിയൻ ഓർ ബിഹേവിയർ ഓഫ് ദോസ് whom it is addressed. ആരെയാണോ അത് ഉദ്ദേശിച്ച് ഇറക്കിയിട്ടുള്ളത് അവരെ സ്വാധീനിക്കുക എന്നുള്ള തരത്തിൽ വരുന്ന കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ അല്ലെങ്കിൽ പെയ്ഡ് കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അഡ്വർടൈസിങ് എന്ന് വിളിക്കുന്നതെന്നാണ് ASCI പറയുന്നത്. അടുത്തതായി AMA, അതായത് അമേരിക്കൻ മാർക്കറ്റിംഗ് അസോസിയേഷൻ, അവരുടെ ഡെഫിനിഷൻ എന്താണ് പരസ്യത്തെക്കുറിച്ച് എന്നുള്ളതാണ് പറയുന്നത്. ഇറ്റ് ഡിഫൈൻസ് advertising in this way, അതായത് advertising in any paid form or non-personal presentation and promotion of ideas, goods and services by an identified sponsor. ഏറ്റവും തിരിച്ചറിയപ്പെട്ടിട്ടുള്ള ഒരു സ്പോൺസർ വഴി ഒരു ഗുഡ്സിനെയോ സർവീസിനെയോ ഐഡിയയോ ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയെയാണ്, അതായത് ഒരു പണം അടച്ചുകൊണ്ടുള്ള പെയ്ഡ് രീതിയെ തന്നെയാണ് അഡ്വർടൈസിങ് എന്ന് പറയുന്നത് എന്നാണ് AMA പറയുന്നത്. അപ്പോൾ ഈ മൂന്ന് ഡെഫിനിഷനിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നമുക്കറിയണം. ഒന്നെങ്കിലും എന്ന് പറയാൻ കാരണം ഏറ്റവും കുറഞ്ഞതാണ്. പക്ഷേ മറ്റെല്ലാം, അതായത് പറഞ്ഞിട്ടുള്ള എല്ലാ മൂന്ന് ഡെഫിനിഷനുകളും അറിയുന്നത് വളരെ നല്ലത് തന്നെയാണ്. അപ്പോൾ പറ്റുകയാണെങ്കിൽ മൂന്നും പഠിച്ചു തന്നെ ഇരിക്കുക. പഠിക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ആര് പറഞ്ഞു എന്നുള്ളത് നമ്മൾ കൃത്യമായി നോട്ട് ചെയ്ത് എക്സാമിലേക്ക് എഴുതി ചേർത്താൽ നമ്മൾ സ്വന്തമായി ഒരു ഡെഫിനിഷൻ കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ മാർക്ക് കിട്ടും. അപ്പം നമ്മൾ ഡെഫിനിഷൻ പഠിച്ച് അവിടെ എഴുതി വെക്കുന്നതിനേക്കാളും മാർക്ക് കിട്ടും ഇത് എവിടെ നിന്നുള്ള ഡെഫിനിഷനാണ് നമ്മൾ അവിടെ കോട്ട് ചെയ്യുമ്പോൾ. എപ്പോഴും നമ്മൾ കോട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് കുറേയും കൂടെ ഒരു വിശ്വാസ്യത ഉണ്ടാവും. അതുമാത്രമല്ല, അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും വൈഡായിട്ടുള്ളൊരു നോളജ് ഉണ്ടെന്ന് പേപ്പർ നോക്കുന്നവർ ധരിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഡെഫിനിഷൻ കൊടുക്കുമ്പോൾ അത് ആരുടെ ഡെഫിനിഷനാണെന്ന് കൂടെ അവിടെ ചേർത്തിട്ട് കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തത് എവല്യൂഷൻ ഓഫ് അഡ്വർടൈസിങ് എന്നുള്ളൊരു ഭാഗമാണ്. അഡ്വർടൈസിങ് ആസ് എ പ്രൊഫഷൻ ഡേറ്റ്സ് ബാക്ക് ടു ആൻഷ്യന്റ് സിവിലൈസേഷൻസ് ആൻഡ് ഹാസ് റിച്ച് ഹിസ്റ്ററി. Although the forms of advertising may have changed over centuries. അപ്പോൾ കുറേ കാലങ്ങളായിട്ട് പരസ്യം എന്നുള്ളൊരു കാര്യത്തിൽ വളരെയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും, പല രീതികളിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിലും, ഈ അഡ്വർടൈസിങ് എന്നുള്ളൊരു രീതി നൂറ്റാണ്ടുകൾക്ക് മുമ്പേ അല്ലെങ്കിൽ ഏറ്റവും ആൻഷ്യൻ്റ് ആയിട്ടുള്ള സമയം മുതൽ ലോകത്ത് ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് എന്നാണ് അതിൻ്റെ എവല്യൂഷൻ എന്നുള്ള ഭാഗത്ത് പറയുന്നത്. ആസ് ലാംഗ്വേജസ് ആൻഡ് റിട്ടൺ ഫോംസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഡെവലപ്ഡ് with invention of paper in China and papyrus in Egypt, sales messages began to be displayed as posters. അപ്പോൾ പേപ്പർ അല്ലെങ്കിൽ പാപ്പിറസ്, പേപ്പറാണ് ചൈനയിൽ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത്. ഈജിപ്തിലാണെങ്കിൽ പാപ്പിറസ് ആണ്. പാപ്പിറസ് എന്ന് പറഞ്ഞാൽ ഒരു ചെടിയിൽ നിന്ന് ഉണക്കിയെടുത്ത് പരത്തിയെടുക്കുന്ന ഒരു തരം പേപ്പറാണ്. അതാണ് പേപ്പർ നിർമ്മാണത്തിൻ്റെയൊക്കെ തുടക്കത്തിൽ നിന്നുള്ള ഒരു രീതി. അപ്പോൾ ഈ പാപ്പിറസിലും ചൈനയിൽ പേപ്പറുകൾ പൾപ്പ് ഉപയോഗിച്ചുള്ള പേപ്പർ തന്നെ. അപ്പോൾ അത്തരം പേപ്പറുകളൊക്കെ നിലവിൽ വന്നതോടുകൂടി എന്ത് ചെയ്തു, ഈ പരസ്യങ്ങൾ പല സ്ഥലത്തും പോസ്റ്ററുകളായിട്ട് കാണപ്പെട്ടു, പല സ്ഥലത്തും പതിപ്പിക്കുന്ന രീതിയിൽ കാണപ്പെട്ടു എന്നാണ് പറയുന്നത്. ആഫ്റ്റർ ദ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ദ യുണൈറ്റഡ് കിങ്ഡം അഡ്വർടൈസിങ് സ്ലോലി ബിഗാൻ ടു എമേർജ് ആസ് എ വെരിറ്റബിൾ ഇൻഡസ്ട്രി ഇറ്റ് സെൽഫ്. അപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്നതിന് ശേഷം UK യുണൈറ്റഡ് കിങ്ഡം ഒക്കെ എന്തായി, പരസ്യം എന്നുള്ളത് ഒരു പ്രത്യേക വിഭാഗം ഓഫ് ഇൻഡസ്ട്രി ആയിട്ട് മാറി, ഒരു പ്രത്യേക വ്യവസായ വിഭാഗമായിട്ട് അത് മാറുകയാണ് ഉണ്ടായത്. കാരണം ഇൻഡസ്ട്രിയൽ റെവല്യൂഷനിൽ നമുക്ക് മനുഷ്യൻ ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും യന്ത്രങ്ങൾ ചെയ്യാൻ തുടങ്ങിയതോടുകൂടി അതൊരു റെവല്യൂഷനായിരുന്നു. അപ്പോൾ അത്തരത്തിൽ മനുഷ്യന്മാരെ കൂടുതൽ ആവശ്യമില്ലാതെ യന്ത്രങ്ങൾ തന്നെ കുറേ കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുകയും കുറേ ജോലികൾ അവർ ചെയ്യുന്നതോടുകൂടി അത് കോസ്റ്റ് ഇഫക്റ്റീവായി മാറി, കുറേ പണം വേണ്ടാത്തൊരു രീതിയായിട്ട് മാറി. അങ്ങനെ പേപ്പറുകളൊക്കെ കൂടുതൽ നിർമ്മിച്ചു തുടങ്ങിയ കാലങ്ങളായതുകൊണ്ട് തന്നെ ആ സമയത്ത് പലപ്പോഴും പോസ്റ്ററുകളായിട്ട് പലതും കാണപ്പെട്ടു എന്നാണ് പറയുന്നത്. ട്രഡീഷണലി സ്പീക്കിംഗ് അഡ്വർടൈസിങ് ക്യാൻ ബി ട്രേസ്ഡ് ബാക്ക് ടു. അപ്പം ഒരു പരമ്പരാഗത രീതി അനുസരിച്ച് അഡ്വർടൈസിങ് എന്നുള്ള കാര്യത്തെ നമുക്ക് പല രീതിയിലേക്ക് തിരിക്കുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്
ട്രേഡ് മാർക്സ്, 2 സൈൻസ്, 3 ടൗൺ ക്രയേഴ്സ്. ഇത്രയും ഭാഗങ്ങളായിട്ട് തിരിക്കുന്നുണ്ട് എന്തിനെ? പരസ്യങ്ങളുടെ ഒരു പഴയ രീതി അനുസരിച്ച്. അപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു വേർതിരിവുകൾ പരസ്യങ്ങളിൽ എങ്ങനെയൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ വിഭാഗങ്ങളായിട്ട് കാണാം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ട്രേഡ് മാർക്സിനെ കുറിച്ച് ആദ്യം പറയുമ്പോൾ, skilled craftsmen placed their individual marks on goods like vessels, pottery, leather goods, etc. അപ്പോൾ വളരെ സ്കിൽഡ് ആയിട്ടുള്ള, പ്രഗത്ഭരായിട്ടുള്ള, കഴിവുറ്റ ക്രാഫ്റ്റ്മാൻ, കരവിരുതുകാരൊക്കെ എന്ത് ചെയ്തിരുന്നു? അവരുണ്ടാക്കുന്ന നിർമ്മിതികളിലൊക്കെ, പാത്രങ്ങളിലും, പോട്ടറി, മൺകലങ്ങളിലും, അതുപോലെ തന്നെ ലെതറിലും ഒക്കെ തന്നെ അവരുടെ മുദ്രകൾ കൊത്തിവെച്ചിരുന്നു, അല്ലെങ്കിൽ അവരുടെ ഒരു മാർക്ക് അതിൽ കൊത്തിവെച്ചിരുന്നു. അപ്പോൾ അത്തരത്തിൽ കൊത്തിവെക്കുന്നതിന് പിന്നീട് മറ്റുള്ളവർ കാണുമ്പോൾ ഇത് ഇന്നൊരു ട്രേഡ് മാർക്കിൻ്റെയാണ് എന്നുള്ളത് മനസ്സിലാക്കുകയും അവർക്കൊരു പ്രചാരം കിട്ടുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിൽ വരുന്ന ചെറിയ ട്രേഡ് മാർക്കുകളൊക്കെ പതിപ്പിച്ച് വെച്ചതോ കൊത്തിവെച്ചതായിട്ടുള്ളതൊക്കെ ആൾക്കാരിലേക്ക് ആ പ്രോഡക്റ്റിനെ കുറിച്ചൊരു ഇംപ്രഷൻ കൊടുക്കാൻ കാരണമായിട്ടുണ്ട്. ഓക്കെ, അടുത്തത് സയൻസ് ആണ്. സയൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഫ്യൂ പീപ്പിൾ കുഡ് റീഡ് ദ ആൻഷ്യൻറ്റ് ഡേയ്സ് ഇൻ ദ ആൻഷ്യൻറ്റ് ഡേയ്സ് and merchants used symbols and signs carved in stone, clay or wood and displayed them prominently to inform customers of the availability of goods. പല സ്ഥലത്തും സൈനുകളായിട്ട്, അടയാളങ്ങളായിട്ട് പല സ്ഥലത്തും, അതായത് സ്റ്റോണിൽ, അതുപോലെ തന്നെ ക്ലേയിലൊക്കെ ഈ കാര്യങ്ങളൊക്കെ പതിപ്പിച്ച് ആളുകളിലേക്ക് അവൈലബിലിറ്റി ഓഫ് ഗുഡ്സ് അറിയിച്ചിരുന്നു. For example, a barrel indicates a wine shop and a boat indicated shoemaker's shop. അപ്പം സൈനുകളായിട്ട് പെട്ടെന്ന് തന്നെ ആൾക്കാരിലേക്ക് ഒരു ആശയം കിട്ടുന്നതിനായിട്ട്, ഒരു ഐഡിയ കിട്ടുന്നതിനായിട്ട് ചിത്രങ്ങൾ പോലെ ക്രാഫ്റ്റ് ചെയ്ത് വെച്ചിരുന്നു. പല ക്ലേയിൽ, അതുപോലെ തന്നെ കല്ലിൽ, കൂടാതെ മരത്തിലൊക്കെ ഇത്തരത്തിൽ സൈനുകൾ ക്രാഫ്റ്റ് ചെയ്ത് വെച്ചിരുന്നു. അത് ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ ഓരോ സർവീസുകളോ അല്ലെങ്കിൽ ഓരോ സ്ഥാപനങ്ങളോ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സഹായിച്ചിരുന്നു. അടുത്തത്, മൂന്നാമത്തത് ടൗൺ ക്രയേഴ്സ് ആണ്. ടൗൺ ക്രയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു വിളംബരം ഉണ്ടെങ്കിൽ അത് ടൗൺ പോലുള്ള സ്ഥലങ്ങളിലോ കൂടുതൽ ആൾക്കാർ കൂടുന്ന പട്ടണങ്ങളിലോ ജംഗ്ഷനുകളിലോ ഒക്കെ എത്തി അത് വിളിച്ച് അറിയിക്കുന്ന ആളുകളെയാണ് നമ്മൾ ടൗൺ ക്രയേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലില്ലെങ്കിലും ഇന്ത്യയിൽ തന്നെ മറ്റു പല സംസ്ഥാനങ്ങളിലും ഇപ്പോഴും ഈ ടൗൺ ക്രയേഴ്സ് ഉണ്ട്. അതായത് കുറച്ച് പ്രായമുള്ള ആളുകൾ ചെണ്ട കൊട്ടിയിട്ടോ ചെറിയ ഡ്രം അടിച്ചിട്ടോ ഒക്കെ തന്നെ ആൾക്കാരുടെ ഇടയിലേക്ക് എത്തിയിട്ട് പല കാര്യങ്ങളും ആൾക്കാരിലേക്ക് അറിയിച്ചു കൊടുക്കുന്നു. ഇപ്പോഴും ഗവൺമെൻറ്റിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ ആന്ധ്രാപ്രദേശ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ സർക്കാരിൻ്റെ പല പുതിയ രീതികളും പുതിയ ആശയങ്ങളും പഞ്ചായത്തിൻ്റേതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ആൾക്കാരിലേക്ക് അറിയിക്കുന്നത് ഇത്തരത്തിലെ ടൗൺ ക്രയേഴ്സാണ്. ഓക്കെ, അപ്പോൾ ഇത് ആൾക്കാരുടെ ഒരു രീതിയായിരുന്നു, നേരിട്ട് വന്ന് ആൾക്കാരുടെ ഇടയിൽ അത് ചെണ്ട കൊട്ടി അറിയിക്കുക എന്നുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ട്രഡീഷണലായിട്ട് വരുന്ന രീതികളെന്ന് പറയുന്നു. പിന്നെ അവിടെ തന്നെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് the invention of mobile type by Gutenberg of Germany in 1440 led to the first form of mass advertising. അപ്പോൾ ഈ ജോഹന്നസ് ഗുട്ടൻബർഗിൻ്റെ മൊബൈൽ പ്രിൻറ്റിംഗ് ടൈപ്പ് കണ്ടുപിടിച്ചതോടുകൂടി, അതായത് 1440 കണ്ടുപിടിച്ചതോടുകൂടി വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ കുറേ പ്രിൻറ്റിങ് കുറേ കൂടെ എളുപ്പമായി. At the end of 15th century, the first posted advertisement began to appear. These were handwritten announcements and they were posted up on church and cathedral doors by clergymen looking for work. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ ആൾക്കാർ കൂടുന്ന ചർച്ചുകളിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് പരസ്യങ്ങൾ പതിപ്പിച്ചിരുന്നു. ലെക്ചറേഴ്സ് ആൻഡ് ടീച്ചേഴ്സ് വെയർ ക്വിക്ക് to use this medium to announce their services. അപ്പോൾ അന്നൊക്കെ ക്ലാസ്സുകളും മറ്റുമൊക്കെ നടത്തിയിരുന്ന ലെക്ചറേഴ്സും അതുപോലെ തന്നെ ടീച്ചേഴ്സും ഒക്കെ അവരുടെ സർവീസും ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള പ്രിൻറ്റഡ് സാധനങ്ങളൊക്കെ പതിപ്പിച്ച് വെക്കുന്ന രീതി ഉപയോഗിച്ചിരുന്നു. ഓക്കെ, വില്യം കാക്സ്റ്റൺ, who introduced printing in England, produced the first printed advertisement in English in 1472. With the regular publication of newspapers and magazines, advertising became a standard of feature. ഓക്കെ, അപ്പോൾ പരസ്യങ്ങൾ കൂടുതലായിട്ട്
മാഗസീനിലും പത്രങ്ങളിലും ഒക്കെ പബ്ലിഷ് ചെയ്യുന്നത് നമ്മൾക്ക് ഇന്നൊരു ദിവസം ഒരു പത്രത്തിൽ ഒരു പരസ്യം പോലും ഇല്ലാതെ കാണുമ്പോൾ അതൊരു എന്തോ ഒരു കൾച്ചറിൻ്റെ പോരായ്മയാണെന്നൊക്കെ നമുക്ക് തോന്നാം, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കാരണം പരസ്യങ്ങൾ കണ്ട് നമ്മൾ ശീലിച്ചു പോയതാണ്. ഓക്കെ, with the regular publication of newspapers and magazines, advertising became a standard feature. Okay, അപ്പോൾ പരസ്യങ്ങളിലൊക്കെ ധാരാളമുള്ളത് കൊണ്ടും ഒക്കെ തന്നെ നമ്മൾ കാണുന്ന ഒരു പൊതുവായിട്ടുള്ള ഒരു ഫീച്ചർ അല്ലെങ്കിൽ ഒരു ബേസിക് ഫീച്ചർ എല്ലാതരം പരസ്യങ്ങൾ നൽകുന്നതിലും ഉണ്ടെന്ന് പറയുന്നു. ഇവിടെ അടുത്തതായി നമ്മൾ പറയുന്ന ഒരു ടൈറ്റിൽ History of Advertising in India. History of Advertising in India runs parallel to the history and development of press in the country. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകത എപ്പം മുതലാണ് പരസ്യം വന്നിട്ടുള്ളതെന്ന് ചോദിക്കുമ്പോൾ പരസ്യം വന്നിട്ടുള്ളത് ഇന്ത്യയിലെ ന്യൂസ് പേപ്പറിൻ്റെ ചരിത്രത്തിനോടൊപ്പം തന്നെയാണ്. അതായത് ഇന്ത്യയിലെ ആദ്യത്തെ പത്രമായ ബംഗാൾ ഗസറ്റ് സ്റ്റാർട്ട് ചെയ്തത് ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ്. അത് 1780 ജാനുവരി 29 അപ്പോൾ ആ ആദ്യത്തെ പത്രത്തിൽ പോലും പരസ്യങ്ങൾ ഉണ്ടായിരുന്നു. അതിനർത്ഥം ഇന്ത്യയിലെ പരസ്യങ്ങളുടെ വരവ് തന്നെ ഈ ഇന്ത്യയിലെ ആദ്യത്തെ പത്രത്തിനോടൊപ്പം തന്നെയാണ് എന്നുള്ളതാണ് പറയുന്നത്. അടുത്ത ഭാഗങ്ങൾ മാർക്ക് ചെയ്ത ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കുക. അഡ്വർടൈസിംഗ് ഏജൻസീസ് began to operate from the beginning of 20th century. 20ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ കാലങ്ങളിൽ മുതൽക്ക് തന്നെ അഡ്വർടൈസിംഗ് ഏജൻസീസ് തുടങ്ങി. അതായത് പരസ്യങ്ങൾ ചെയ്യാനുള്ളവരെ സമീപിക്കുക, അവർക്ക് വേണ്ടി പരസ്യങ്ങൾ ചെയ്ത് ഏത് മാധ്യമത്തിലേക്കാണോ അത് കൊടുക്കേണ്ടത് ആ രീതിയിലാക്കി അത് അവരെ പത്രങ്ങളിലേക്ക് എത്തിക്കുക, അത് പബ്ലിഷ് ചെയ്യിപ്പിക്കുക എന്നുള്ള ചുമതല വരെ അഡ്വർടൈസിംഗ് ഏജൻസികൾക്ക് ഉണ്ട്. അപ്പം 20ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ഭാഗങ്ങളിലാണ് അഡ്വർടൈസിംഗ് ഏജൻസീസ് കണ്ടു തുടങ്ങുന്നത്. ദ കൽക്കട്ട അഡ്വർടൈസിംഗ് ഏജൻസി ആൻഡ് bijithnmannur 1915 were said to have the first ad agencies in India. അപ്പം കൽക്കട്ട അഡ്വർടൈസിംഗ് ഏജൻസിയും അല്ലെങ്കിൽ bijithnmannur ഒക്കെ ആയിരുന്നു ഏറ്റവും ആദ്യത്തെ ഇന്ത്യയിലെ അഡ്വർടൈസിംഗ് ഏജൻസീസ് എന്ന് പറയപ്പെടുന്നു. ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് ദീസ് ഏജൻസീസ് in those days were to secure the advertisements and get them published in the press. അപ്പം ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്യങ്ങൾ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുകയും അവർ വിചാരിക്കുന്ന പ്രധാനപ്പെട്ട പത്രമാധ്യമങ്ങളിലൂടെ അത് ആൾക്കാരിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു. ഓക്കെ, ദ പ്രോമിനൻറ്റ് പ്ലെയേഴ്സ് ഇൻ അഡ്വർടൈസിംഗ് ബിസിനസ് were a handful of British advertising agencies that entered to the needs of the affluent British and Indians living in the urban centers. By the 1920s, several more Indian advertising agencies began, such as Modern Publicity Company. കുറേ 1920 ശേഷം കുറേ അധികം ഏജൻസികൾ നിലവിൽ വന്നു എന്ന് പറയുന്നു. ആദ്യം മദ്രാസിൽ വന്ന മോഡേൺ പബ്ലിസിറ്റി കമ്പനി, അതുപോലെ തന്നെ ദ കൽക്കട്ട പബ്ലിസിറ്റി, സെൻട്രൽ പബ്ലിസിറ്റി സർവീസ് ഇൻ ബോംബെ, ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് ഇന്ത്യയിലെ അന്നത്തെ പ്രധാന നഗരങ്ങളിലായിട്ട് പല പരസ്യ ഏജൻസികളും നിലവിൽ വന്നു. അപ്പം അത്തരത്തിൽ കുറേ പരസ്യ ഏജൻസികൾ വരുന്നതോടുകൂടി അതിലേക്ക് കൂടുതൽ ശ്രദ്ധ പോയി. ദ proliferation of advertising agencies in the major urban centers of this country also gave rise to several unhealthy practices in the advertising profession. അപ്പോൾ ഇത്തരത്തിൽ വരുന്ന ധാരാളമായിട്ടുള്ള പ്രൊഡ്യൂസ് ചെയ്യുന്ന പരസ്യങ്ങൾ കൂടുതൽ പല ഭാഗങ്ങളിലായിട്ടുണ്ടായത് കൊണ്ട് തന്നെ ഈ പരസ്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതിലും അത് പബ്ലിഷ് ചെയ്യുന്നുള്ള കാര്യത്തിലും പലതരത്തിലുള്ള അബദ്ധങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. പല അൺഹെൽത്തി ആയിട്ടുള്ള പ്രാക്ടീസസ്, ശീലങ്ങൾ വന്നു, അനാരോഗ്യപരമായിട്ടുള്ള ചില ശീലങ്ങളൊക്കെ വന്നു എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഇന്ത്യൻ ആൻഡ് ഈസ്റ്റേൺ ന്യൂസ് പേപ്പർ സൊസൈറ്റി 1939. അപ്പോൾ അത്തരത്തിൽ കുറേ എണ്ണം വന്നു എന്ന് പറയുന്നു. പിന്നെ AAI അഡ്വർടൈസിംഗ് ഏജൻസീസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ, ഇതൊക്കെ ഫുൾ ഫോം ഷോർട്ട് ഫോം ഒക്കെ നല്ലോണം പഠിക്കേണ്ടതാണ്. കാരണം അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരാനും സാധ്യത കൂടുതലാണ്. പരസ്യം പഠിക്കുന്ന ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ എന്തായാലും വരുന്നതാണ്. ഇൻ 1945 അങ്ങനെ പല ABC വന്നത് പറയുന്നുണ്ട്. ഓഡിറ്റ് ബ്യൂറോ ഓഫ് സർക്കുലേഷൻ 1948. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ അഡ്വർടൈസിംഗ് സ്റ്റാൻഡേർഡ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യ ASCI 1959 അത് വരുന്നത്. ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ വരുന്നു. ദ എക്സ്പാൻഷൻ ഓഫ് ടെലിവിഷൻ നെറ്റ്വർക്ക്സ് ഫ്രം 1980s ആൻഡ് ദ ലിബറേഷൻ ഓഫ് പോളിസീസ് 1990s
അത് ഫിനോമിനൽ ഇമ്പാക്റ്റ്, അങ്ങനെ പല കാര്യങ്ങളായിട്ട് ഇവിടെ വരുന്നതെന്ന് പറയുന്നു. അപ്പോൾ കൂടുതലും ബിസിനസ്സിൽ ഉന്നം വെച്ചുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ഏജൻസികളും സർവീസുകളും ഇന്ത്യയിൽ തുടങ്ങി എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇതിൽ നമ്മൾ പ്രധാനപ്പെട്ട കാര്യമായിട്ട് കാണേണ്ടത് ഈ തന്നിട്ടുള്ള ഓരോ ഏജൻസീസിൻ്റെയും പേരും അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന പല ഏജൻസികളുടെ പേരും അതിൻ്റെ ഷോർട്ട് ഫോമും ഫുൾ ഫോമും ഒക്കെ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം.